നമസ്കാരം, ഞാൻ മനാഫ്. ധർമ്മസ്ഥലയിലുള്ള SITൻ്റെ മുന്നിലുള്ളത്. SITൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ അബിയുണ്ട്, നൗഷാദ് തെക്കയിലുണ്ട്. അപ്പോൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. ഒരുപാട് ആരോപണങ്ങൾ എനിക്കെതിരെ ഉള്ളത് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് SITൻ്റെ മുന്നിൽ പോയാലേ അറിയുള്ളൂ. 12 വകുപ്പാണ് എനിക്കെതിരെ ഇട്ടതെന്നാണ് കേട്ടത്. ആ 12 വകുപ്പ് പല രൂപത്തിലുള്ള വകുപ്പുകളാണ്. ഞാനതിനെ നേരിടും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നേരിടും. കാരണം ഇത് സത്യത്തിൻ്റെ പോരാട്ടമാണ്. ഒരുപാട് അമ്മമാരെ കണ്ണീരിൻ്റെ പോരാട്ടമാണ്. ആ പോരാട്ടം എന്തായാലും ഇതിൻ്റെ അവസാനം വരെ പോകും. ഇന്നത്തെ അപ്ഡേറ്റോട് പറഞ്ഞു. ഇന്ന് അതുപോലെ തന്നെ ഇവിടെ ഇന്നലെ വൈകുന്നേരം തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് കാട്ടിൽ നിന്ന് എന്താ പറയുക ബംഗ്ലാഗുഡേന്ന് അസ്ഥികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തെരച്ചിൽ ഇന്നും നടക്കും. ഇവിടെ നമ്മൾ SITയിൽ നമ്മളെ ചോദ്യം ചെയ്യലും അതും നടക്കും. ഓക്കെ, നമസ്കാരം, ഞാൻ മനാഫ്. ധർമ്മസ്ഥലയിലുള്ള SITൻ്റെ മുന്നിലുള്ളത്. SITൻ്റെ മുന്നിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ അബിയുണ്ട്, നൗഷാദ് തെക്കയിലുണ്ട്. അപ്പോൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. ഒരുപാട് ആരോപണങ്ങൾ എനിക്കെതിരെ ഉള്ളത് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് SITൻ്റെ മുന്നിൽ പോയാലേ അറിയുള്ളൂ. 12 വകുപ്പാണ് എനിക്കെതിരെ ഇട്ടതെന്നാണ് കേട്ടത്. ആ 12 വകുപ്പ് പല രൂപത്തിലുള്ള വകുപ്പുകളാണ്. ഞാനതിനെ നേരിടും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നേരിടും. കാരണം ഇത് സത്യത്തിൻ്റെ പോരാട്ടമാണ്. ഒരുപാട് അമ്മമാരെ കണ്ണീരിൻ്റെ പോരാട്ടമാണ്. ആ പോരാട്ടം എന്തായാലും ഇതിൻ്റെ അവസാനം വരെ പോകും. ഇന്നത്തെ അപ്ഡേറ്റോട് പറഞ്ഞു. ഇന്ന് അതുപോലെ തന്നെ ഇവിടെ ഇന്നലെ വൈകുന്നേരം തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് കാട്ടിൽ നിന്ന് എന്താ പറയുക ബംഗ്ലാഗുഡേന്ന് അസ്ഥികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തെരച്ചിൽ ഇന്നും നടക്കും. ഇവിടെ നമ്മൾ SITയിൽ നമ്മളെ ചോദ്യം ചെയ്യലും അതും നടക്കും. ഓക്കെ.